പ്രാർത്ഥിക്കുക സഹോദരങ്ങളെ. കർത്താവേ, അങ്ങ് ജീവനോടെ കൃപാസനത്തിലും എന്റെ മുന്നിലും ദിവ്യകാരുണ്യത്തിലെ എഴുന്നള്ളിയിരിക്കുന്ന സ്വർഗീയ നിമിഷങ്ങളിൽ കർത്താവേ, എന്നെ വലിയ സ്വർഗീയ ദാനങ്ങളാൽ അറിയാൻ, അനുഭവിക്കുവാൻ, അനുഭവിച്ച എന്റെ അനുഭവങ്ങൾക്ക് സാക്ഷിയായി മാറുവാൻ എന്നെ ഇപ്പോഴേ വിശ്വാസം കൊണ്ട്, പ്രത്യാശ കൊണ്ട്, ദൈവസ്നേഹം കൊണ്ട് അഭിഷേകം ശ്രദ്ധിക്കട്ടെ. സ്നേഹം ത്യാഗമെന്നോദീ കുരിശിൽ മരിച്ചൊരു നാഥാ, സ്നേഹം ത്യാഗമെന്നോദീ കുരിശിൽ മരിച്ചൊരു നാഥാ, സദയം സുഖേണി സുഖമായി എന്റെ ഉള്ളം, സദയം സുഖേണി സുഖമായി എന്റെ ഉള്ളം. പ്രിയമുള്ളവരെ, എപ്പോഴും നമ്മൾ ഉടമ്പടി ധ്യാനത്തിൻ്റെ ഈ നിമിഷങ്ങളിലെ ദിവ്യ കുർബാനയിലെ ഈശോ ജീവനോടെ ജ്വലിച്ചു നിൽക്കുന്ന സമയം, പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി കനായിൽ എന്നതുപോലെ തൻ്റെ മാധ്യസ്ഥം തുടർന്നുകൊണ്ടിരിക്കുന്ന അതിമനോഹരമായ ഒരു സമയമാണ്. നമ്മൾക്ക് കുറച്ച് ജീവിതത്തിലെ പല വ്യത്യസ്തങ്ങളായ കാലാവസ്ഥകളും അനുഭവങ്ങളുണ്ടാകും. എന്ത് നമുക്ക് അച്ഛനെപ്പോഴും നിങ്ങൾ പറയുന്ന കാര്യമാണ്, എന്ത് നമുക്ക് സംഭവിക്കുന്നു എന്നുള്ളതിനേക്കാൾ ഉപരി നമ്മളത് എങ്ങനെയാണ് അതിൽ നിന്ന് ആ വിഷയത്തിൽ നമ്മൾ എന്തുമാത്രം അത് നമുക്ക് ദൈവത്തിൻ്റെ മനസ്സിൻ്റെ ഉള്ളിലിരിക്കുന്നത് പോലെ ദൈവഹിതപ്രകാരം ആ വിഷയത്തിൽ നമ്മൾ എങ്ങനെയാണ് കൂടുതൽ ഗ്രേസ്ഫുള്ളാകണത്, അതാണൊരു വിഷയം. ഇപ്പോൾ നമുക്ക് അച്ഛൻ എപ്പോഴും നിങ്ങൾ പറയാറുള്ളതാണ്, രണ്ട് കാര്യങ്ങൾ നമ്മൾ ദൈവത്തിൽ നമുക്ക് ലഭിക്കും. എന്താണ് കിട്ടുന്നത്? ഒന്ന് കൃപ, രണ്ടാമത്തത് അനുഗ്രഹം. രണ്ട് കാര്യങ്ങൾ അല്ലേ? രണ്ട് കാര്യങ്ങളാണ് ഒരു വ്യക്തിക്ക് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണത്? എന്തുകൊണ്ടാണ് രണ്ട് കാര്യങ്ങൾ ലഭിക്കുമെന്ന് പറയാൻ കാരണം, ശരിക്കും പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരൊറ്റ കാര്യമാണ്. ദൈവത്തിൽ നിന്ന് ഇപ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ചാലും കുരിശിൻ്റെ വഴി നടത്തിയാലും ഉരുളി നേർച്ച നടത്തിയാലും വി ആർ ഗോയിങ് ടു ഗെറ്റ് എ സിംഗിൾ ഗ്രേസ്. എന്താണത്? നമുക്ക് 1 കൊറിന്ത്യൻസ് അച്ഛൻ ഇടക്ക് പറയുന്ന വചനങ്ങളാണ്. 1 കൊറിന്ത്യൻസ് 1:24. എന്താണത്? ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ ശക്തിയുമായ യേശു ക്രിസ്തു. അപ്പോൾ രണ്ട് കാര്യങ്ങൾ നമുക്ക് ദൈവത്തിൽ നിന്ന് ലഭിക്കും. എന്ത് കിട്ടും? ഒന്ന് ജ്ഞാനം കിട്ടും, രണ്ടാമത്തെ എന്ത് കിട്ടും? ശക്തി. നിങ്ങളെപ്പോഴും ചോദിക്കുന്ന റിസൾട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരു കൊച്ചിന് അസുഖം ഉണ്ടായി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോലി നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ വീടില്ല, അത് വീട് ആണ് നമുക്ക് കിട്ടണമെന്ന് പറഞ്ഞ് നമ്മളിരിക്കണത്. വീടല്ല കിട്ടുന്നത് നമ്മൾക്ക് കിട്ടുന്നത് വീടല്ല. ഇപ്പോൾ നമ്മുടെ കോശങ്ങൾക്ക് നമുക്ക് എന്താണ് നമ്മൾ കഴിക്കണത്? എന്താണ്? കപ്പ അല്ലെങ്കിൽ ചോറ് അല്ലെങ്കിൽ ചപ്പാത്തി കഴിക്കുന്നു. എന്നിട്ട് ചപ്പാത്തി ആയിട്ടാണോ നമ്മുടെ ശരീരത്തിനുള്ളിലിരിക്കണത്? അല്ല, അത് മിനറൽസായിട്ടായിരിക്കണത്. അത് മിനറൽസാണ്. ഈ ചപ്പാത്തിയിലുള്ള ഗോതമ്പിലുള്ള പ്രോട്ടീൻ മെറ്റാബോളിസം സംഭവിച്ച് അത് ദഹനപ്രക്രിയ പച്ചന പ്രക്രിയയിലൂടെ അത് അതിൻ്റെ ഓക്സിജൻ ഉൾപ്പെടെ ഉള്ളത് ഡൈവേർട്ടാക്കി എടുക്കും. ഓക്സിജൻ പോലും അതിൽ നിന്ന് കിട്ടും നമുക്ക് പച്ചവെള്ളമൊക്കെ കുടിക്കുമ്പോൾ. അതുകൊണ്ടാണ് ആൾക്കാർ പറയണത് എന്നാ വെള്ളം കുടിച്ചാലും കുഴപ്പമില്ല, ജ്യൂസോ പാലോ കുടിച്ചോ, പക്ഷേ പച്ചവെള്ളം കുടിക്കുമെന്ന് പറയും. അത് ഓക്സിജൻ്റെ കണ്ടൻറ്റിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ ബോഡിക്ക് ആവശ്യമായ മെറ്റാബോളിസം നടക്കണമെങ്കിൽ പോലും കോശങ്ങൾ വർക്ക് ചെയ്യണമെങ്കിൽ ഓക്സിജൻ വേണം. ഓക്സിജൻ നമുക്ക് കിട്ടിയിരിക്കുന്നത്, ഓക്സിജൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സിലിണ്ടറിൽ നമ്മൾ ശ്വസിക്കാൻ വേണ്ടി ഒരു മൗത്ത് പീസൊക്കെ വെച്ച് ശ്വസിക്കുകയാണ് ഓക്സിജൻ. അല്ല, നമുക്ക് ആവശ്യമായ ഓക്സിജൻ നമ്മൾ ശ്വസനത്തിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്, പിന്നെ നമ്മുടെ ഭക്ഷണപാനീയങ്ങളിലൂടെ ലഭിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ലഭിക്കണത് ചിലപ്പോൾ കുടിക്കണത് നമുക്ക് പച്ചവെള്ളമായിരിക്കും കുടിക്കണത്, പക്ഷേ അതിൽ നിന്ന് കിട്ടുന്നത് ഓക്സിജനും അതുപോലെ തന്നെ ശരീരത്തിന് ആവശ്യമായ ഡീഹൈഡ്രേഷൻ സംഭവിക്കാതിരിക്കാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം കിട്ടും. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെയല്ല.
ഞാൻ ഉദ്ദേശിക്കുന്നത് ദൈവത്തിൽ നമുക്ക് ലഭിക്കുന്ന വീടല്ല, അല്ലെങ്കിൽ നമ്മുടെ ദൈവത്തിൽ നമുക്ക് ലഭിക്കുന്നത് കുഞ്ഞുങ്ങളല്ല. ശരിക്കും പറയും ദൈവത്തിൽ നമുക്ക് അത് കുഞ്ഞുങ്ങളായി രൂപാന്തരപ്പെടുന്നതാണ്. നിങ്ങൾക്കറിയാമല്ലോ എല്ലാ വചനങ്ങൾക്കും. ഇപ്പം യോഹന്നാൻ 1:14 എന്താ പറയണത്? യോഹന്നാൻ 1:14 എന്താ പറയണത്? വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അല്ലേ? ഒന്ന് പറഞ്ഞേ, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. അപ്പോൾ വചനത്തിന് എപ്പോഴും കൺവേർഷൻ, മെറ്റാബോളിസം സംഭവിക്കും, കൺവേർഷൻ ഉണ്ടാവും. എന്താണ്? വചനത്തിന്, സ്പിരിറ്റിനെ മെറ്റീരിയലാകാൻ പറ്റും. സ്പിരിറ്റിന് മെറ്റീരിയലായിട്ട് അതിൻ്റെ മെറ്റീരിയൽ റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഈ വീട് കിട്ടുക എന്ന് പറയുന്നത് ഒരു മെറ്റീരിയൽ റിസൾട്ടാണ്. പക്ഷെ നമുക്ക് വീടായിട്ട് ദൈവം ഇങ്ങനെ കെട്ടിയിറക്കി തരികയില്ല. ആകാശത്തുനിന്ന് ഒരു വീട് കെട്ടിയിറക്കി തരികയില്ല. നമുക്ക് ലഭിക്കണത് എന്താണ്? അതിൻ്റെ ആ ദൈവം നമുക്ക് തരണത് ഒന്നെങ്കിൽ ദൈവത്തിന് 2 കാര്യം നമുക്ക് തരാൻ പറ്റത്തുള്ളൂ. എന്താണ്? ഇപ്പം 1 കൊരിന്ത്യസ് 1:24 എന്താ നമ്മൾ കണ്ടത്? യേശു ക്രിസ്തു എന്താ? ആരാണ്? ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ ജ്ഞാനവുമാണ്. ദൈവത്തിൻ്റെ ജ്ഞാനവും. അപ്പോൾ 2 ഫാക്കൽറ്റിയിൽ 2 റിസൾട്ടാണ് നമുക്ക് കിട്ടാനുള്ള സാധ്യത ദൈവത്തിൽ നിന്ന്. എന്താ കാര്യം? ദൈവത്തിലുള്ളതാണ് നമുക്ക് കിട്ടുന്നത്. ദൈവത്തിൽ എന്തുണ്ട്? 2 കാര്യങ്ങൾ ദൈവത്തിലുണ്ട്. ദൈവത്തിൽ ജ്ഞാനമുണ്ട്, ദൈവത്തിൽ ശക്തിയുണ്ട്. എന്താ സംഭവിച്ചാൽ ഒരേ സമയം തന്നെ ജ്ഞാനമെന്ന് പറയണത് എന്താണ്? ഈ നമ്മളെ തിയോളജിക്കൽ വെർച്യൂസ് എന്ന് പറയുന്ന വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ഞാൻ അതിൻ്റെ അകത്ത് ഒരെണ്ണം കൂടി കൂട്ടി വെച്ചിട്ടുണ്ട്. വെറുതെ കൂട്ടി മടത്തരം കാണിച്ചതല്ല ദൈവികമായ കാര്യങ്ങളോട്, മറിച്ച് വർഷങ്ങളായിട്ട് ജനങ്ങളെ ധ്യാനിപ്പിക്കുമ്പോൾ ഈശോ പറഞ്ഞ കാര്യങ്ങളാണ്. ഇതെല്ലാം ഇഫക്റ്റ് ചെയ്യണ സമർപ്പണത്തിലാണ്. വിശ്വാസം ഉണ്ടായാലും നിങ്ങൾക്ക് സമർപ്പണമില്ലെങ്കിൽ ഒരു കഥയുമില്ല. പൗലോസ് അപ്പോസ്തലൻ എന്താ പറയണത്? മലാഖമാരുടെ ഭാഷ സംസാരിക്കാം, സ്നേഹമില്ലെങ്കിൽ ശൂന്യമാണ്. പക്ഷേ അതിനേക്കാൾ വലുതാണ് സമർപ്പണമെന്ന് പറയണത്. കാര്യം സമർപ്പണത്തിന് സ്നേഹം വേണം. സമർപ്പണം വെച്ചാൽ ഒരു സ്നേഹം തിയറട്ടിക്കലായിട്ട് നമുക്ക് സ്നേഹം ഉണ്ടാകാം, പക്ഷേ പ്രാക്ടിക്കൽ ലവ് എന്ന് പറഞ്ഞാൽ സമർപ്പണമാണ്. അത് നിങ്ങളത് കുറച്ചുകൂടി ധ്യാനിക്കുമ്പോൾ എനിക്കത് മനസ്സിലാകും. എല്ലാവർക്കും എല്ലാവരോടും എല്ലാത്തിനോടും എല്ലാം നമുക്ക് ഇപ്പോൾ പ്രപഞ്ചത്തിനോടും പരിസ്ഥിതിയോടും ബന്ധുക്കളോടും സ്വന്തപ്പെട്ടവരോടും എല്ലാം നമുക്ക് സ്നേഹം ഉണ്ടാകാം. പല സ്നേഹങ്ങളും തിയറട്ടിക്കലാണ്. പരിസ്ഥിതിയോട് നമുക്ക് സ്നേഹമുണ്ട്, പക്ഷെ ഒരു പാമ്പ് നമ്മുടെ വീട്ടിൽ വന്നാൽ നമ്മൾ അടിച്ചു പോലും. ദാറ്റ് മീൻസ് ദിസ് ഇസ് വെരി വെരി സിമ്പിൾ. ദാറ്റ് മീൻസ് നമുക്ക് പരിസ്ഥിതിയോട് സ്നേഹമാണെന്ന് പറയുന്നു, പക്ഷേ ഒരു പാറ്റ, ഇപ്പോൾ സായിപ്പിനൊക്കെ പാറ്റ എന്ന് പറഞ്ഞാൽ അവർ 4 കാലം വീണ് ഓടും. ഭയങ്കര പരിസ്ഥിതിയും ജീവജാലങ്ങളോടൊക്കെ റവണസൊക്കെ പറയുമെങ്കിലും ഒരു പല്ലിയെ കണ്ടാൽ അവൻ അപ്പം തന്നെ സൈക്കോയായി മാറും സായിപ്പ്. അതാണ് സംഭവം. അപ്പം അവിടെ എന്തോ ഒരു ചെറിയൊരു എവിടെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ദാറ്റ് മീൻസ് തിയറട്ടിക്കലി ഓക്കെ സ്നേഹമാണ്, പക്ഷേ വെൻ കം ടു ദി പ്രാക്ടിക്കൽ സൈഡ് നമ്മൾ ഫെയിലിയറായി പോകും. നമ്മൾ പല്ലിയെ കൊല്ലും, പാറ്റയെ കൊല്ലും, പാമ്പിനെ കൊല്ലും എല്ലാം. അപ്പം നമ്മൾ ഉടനെ സൈക്കോയായി മാറും. ഇത് ഈ വിഷയമുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് സ്നേഹം ആണെങ്കിലും സമർപ്പണത്തിലാണ് ആ വിഷയം ഇരിക്കണമെന്നുള്ളത്. ഇത് അമ്മയ്ക്ക് പഠിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ്. പൗലോസ് അപ്പോസ്തലൻ ഈ പാഠം പഠിച്ചിട്ടില്ല, സത്യമായിട്ട് പഠിച്ചിട്ടില്ല. എന്താ കാര്യം? അമ്മയെന്ന് പറയുന്ന ആ ഒരു സംഭവം പൗലോസ് അപ്പോസ്തലൻ കണ്ടിട്ടില്ല. അത് കണ്ടിരുന്നെങ്കിൽ പൗലോസിൻ്റെ ലേഖനങ്ങൾ ഇങ്ങനെ വരത്തില്ല. കാര്യം ഇത് നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ലേഖനങ്ങൾ പൗലോസിൻ്റെ ആണ്. വിശുദ്ധ പൗലോസിൻ്റെ കൊണ്ടാണ് സഭ ആത്മീയ സ്പിരിച്വാലിറ്റി ഓഫ് ദി ചേർച്ച് അത് പ്രൊമോട്ട് അത് രൂപപ്പെട്ട് വരുന്നതും അത് കൈമാറ്റം ചെയ്യുന്നതും പഠനങ്ങൾ നടക്കുന്നതും എല്ലാം പൗലോസിൻ്റെ ആണ്, പൗലോസും യോഹന്നാനും. പക്ഷേ എപ്പോഴും പൗലോസ് പരിശുദ്ധ അമ്മയെക്കൂടി കണ്ടിരുന്നെങ്കിൽ എന്ന് ഞാൻ എപ്പോഴും മനസ്സുകൊണ്ട് ഓർത്തു പോകും. എന്താ കാര്യം വെച്ചാൽ ഈ സമർപ്പണം എന്നുള്ള സംഭവം സ്നേഹത്തിൻ്റെ പ്രാക്ടിക്കൽ സൈഡ് ഇവിടെ വെളിപ്പെടുത്തിയത് ആരാണ്? അമ്മയാണ്. അത് ജ്ഞാനമാണ്. നമ്മളെപ്പോഴും ലുത്തീനിയായി പറയും മേരി സീറ്റ് ഓഫ് വിസ്ഡം എന്ന് പറയും. എന്താണ് പറയുന്ന ആളിനും അറിയാൻ പാടില്ല, എഴുതിയ ആളിനും അറിയാൻ പാടില്ല. വാട്ട് ഇസ് ദാറ്റ്? സീറ്റ് ഓഫ് വിസ്ഡം. അവർ ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനമാണ്. ഈ ബോധജ്ഞാനം എന്ന് പറയുന്നത് എന്താണ്? ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറയും. എന്ത് പറയും? മലാഖയിലൂടെ എന്താണ്? അത്യുന്നതൻ്റെ ശക്തി നിന്നെ പ്രവർത്തിക്കുമെന്ന് പറയും.
അപ്പോൾ ഉടനെ ശക്തി പ്രവർത്തിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ഉള്ളത് ജ്ഞാനമാണ്. ഈ കൊടുത്ത പോയിന്റ് അച്ഛൻ പറഞ്ഞാൽ മനസ്സിലായോ? ഇപ്പോൾ ലൂക്ക 1:35 ഇതെങ്ങനെ സംഭവിക്കും, ഒരു കാര്യം എങ്ങനെയാണ് സംഭവിക്കണത്, ലോകത്ത് എങ്ങനെയാണ് വചനം മാംസമാകണത്, എങ്ങനെയാണ് സ്പിരിറ്റ് മെറ്റീരിയലായിട്ട് കൺവേർട്ട് ചെയ്യണത്, അത് അമ്മ ചോദിച്ചത് എങ്ങനെ സംഭവിക്കും? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. പ്രൈസ് ദി ലോർഡ്. അതായത് ഇതിന് മറിയം കൊടുക്കുന്ന ഉത്തരം എന്തുകൊണ്ടാണ് അങ്ങനെ പറയണത്? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും എന്ന് പറഞ്ഞേ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്നിൽ പ്രവർത്തിക്കും. അത്യുന്നതന്റെ ശക്തി നിന്നിൽ പ്രവർത്തിക്കും. അപ്പോൾ എന്തോ ഒരു പ്രവർത്തനം ഉണ്ട് അവിടെ, അല്ലേ? ഈ പ്രവർത്തനമാണ് വീടായിട്ട് രൂപാന്തരപ്പെടുന്നത്. ഈ പ്രവർത്തനമാണ് മക്കളില്ലാത്തവർക്ക് മക്കളായിട്ട് രൂപാന്തരപ്പെടുന്നത്. ഈ പ്രവർത്തനമാണ് ജോലി ഇല്ലാത്തവർക്ക് ജോലിയായിട്ട് മാറണത്. ഈ പ്രവർത്തനമാണ് സമാധാനം ഇല്ലാത്തവർക്ക് സമാധാനമായിട്ട് മാറുന്നത്. പക്ഷെ നമുക്ക് കിട്ടണ സമാധാനമല്ല, നമുക്ക് കിട്ടണത് എന്താണ്? അത്യുന്നതൻ്റെ ശക്തിയാണ്. പിടിയോ? അപ്പോൾ ദൈവത്തിൽ നമുക്ക് എന്താണ് കിട്ടണമെന്നുള്ളത് ആദ്യം അറിയണം. നിങ്ങൾ ഓർക്കരുത് വീട് കിട്ടി അല്ലെങ്കിൽ ജോലി കിട്ടിയെന്നല്ല പറയേണ്ടത്. നിങ്ങൾക്ക് എന്ത് കിട്ടി? ദൈവത്തിൽ നിന്ന് എന്താണ് കിട്ടണ വ്യക്തിക്ക്? ശക്തിയാണ് കിട്ടുന്നത്. അതാണ്. അതായത് 1 കൊരിന്ത്യസിൻ്റെ നമ്മൾ കണ്ട 1:24 എന്താണ്? യേശുക്രിസ്തു ആരാണത്? ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ ശക്തിയും. അപ്പോൾ ഒരേ സമയം തന്നെ ദൈവത്തിലുള്ള എന്താണുള്ളത്, പിതാവ് ദൈവത്തിൽ എന്താണുള്ളത്, പുത്രനായ ദൈവത്തിൽ എന്താണുള്ളത്, പരിശുദ്ധാത്മാവ് ദൈവത്തിൽ എന്താണുള്ളത്, അവർ സത്തയിൽ ഏകമാണ്. സത്തയിൽ ഏകമാണ്, ഒരേ സത്തയാണ്. അപ്പോൾ പുത്രനിലുള്ള സത്ത തന്നെയാണ് പിതാവായ ദൈവത്തിലുള്ളത്. പിതാവായ ദൈവത്തിലുള്ള സത്ത തന്നെയാണ് പരിശുദ്ധാത്മാവിലുള്ളത്. ഇത് രണ്ടും ഇൻഫിനിറ്റ് ആയത് കാരണം 3 ഇൻഫിനിറ്റ് ഉണ്ടാകത്തില്ല, ഒറ്റ ഇൻഫിനിറ്റ് ഉണ്ടാകത്തുള്ളൂ. ഞാനെപ്പോഴും നിങ്ങളോട് പറയുന്ന തൃത്വം പറയുമ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്ന ഒരു ലളിതമായ ഒരു എന്താണ് പ്രതീകം അല്ലെങ്കിൽ എന്താണ് ഉദാഹരണം, ഞാൻ പറയാം അത് ഐസ് കട്ട പോലെയാണ്. ഐസ് കട്ട പോലെയാണ്. കാരണം എന്താ? ഐസ് കട്ട ഇങ്ങനെ പിടിച്ചു കഴിയുമ്പോൾ ഐസ് കെട്ടുന്ന മുകളിൽ നിന്ന് മുകളിലോട്ട് കുറേ ആവി പോകും, കുറേ വെള്ളം ഇറ്റിട്ട് താഴേക്ക് വീഴും, കയ്യിലൊരു ഐസ് കട്ട ഇരിക്കുകയും ചെയ്യും. അപ്പോൾ എന്താണ്? ഈ പറന്നു പോണ ആവി എന്താണ്? അത് H2O ആണ്. 2 ഹൈഡ്രജൻ തന്മാത്രയും 1 ഓക്സിജൻ തന്മാത്രയുമാണ്. താഴേക്ക് വീണ വെള്ളം എന്താണ്? അതും H2O ആണ്. കയ്യിരിക്കുന്ന കട്ട എന്താണ്? അതും H2O ആണ്. സത്തയിൽ ഏകമാണ്, പക്ഷേ 3 ആൾ ദൈവത്തിനെ. അപ്പോൾ ഇതുപോലെ തന്നെയാണ് പിതാവിലുള്ളത്. എന്താണ്? ജ്ഞാനമാണ്. എന്തിൻ്റെ ജ്ഞാനം? തിയറിയാണ്, സിദ്ധാന്തം. ഈ ഗോളങ്ങളെയൊക്കെ ഉണ്ടാക്കിയ തിയറിയാണ്, മനുഷ്യനെ ഉണ്ടാക്കിയ തിയറിയാണ്, ഒരു സൈഗോട്ട് വളർന്ന് കുട്ടിയായി മാറാനുള്ള തിയറിയാണ്. ദൈവത്തിൽ അനന്തമായ ജ്ഞാനമാണുള്ളത്, അനന്തമായ ജ്ഞാനം. ഈ അനന്തമായ ജ്ഞാനവും പിന്നെന്താ ഉള്ളത്? ഈ അനന്തമായ ജ്ഞാനം ഫലത്തിൽ വരുന്നത്, മാംസമാകണത് എപ്പോഴും എന്തുകൊണ്ടാണ്? ശക്തി കൊണ്ടാണ്. ശക്തി കൊണ്ടാണ്. അതിന് എൻ്റെ പ്രാക്ടിക്കൽ സൈഡ് അതാണ്. ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ജ്ഞാനവും ശക്തിയും ദൈവത്തിൽ നിന്ന് എങ്ങനെ എളുപ്പത്തിൽ നമ്മളിലേക്ക് വരുന്നുവാണ് ഉടമ്പടി പറയണത്. ഉടമ്പടി എന്താ നമ്മളോട് പറയണത്? അതായത് ദൈവം ഒരേ സമയം തന്നെ ജ്ഞാനമാണ്, അതേസമയം ശക്തിയാണ്. ഈ ജ്ഞാനം അല്ലെങ്കിൽ ശക്തി എതിലേക്കാണ് വരണത്? മനുഷ്യനിലേക്കാണ് വരണത്, അവൻ്റെ ജീവിതത്തിലോട്ട്. അത് എങ്ങനെ എളുപ്പത്തിൽ വരാം? ഇപ്പോൾ ഒരു കറണ്ടാണ്, നമ്മൾ പ്ലഗിൽ കുത്തുന്നു. ഒരു കമ്പ് കൊണ്ട്, ഒരു മരക്കമ്പ് കൊണ്ട് കുത്തിയാൽ നമുക്കറിയാം അതിന് എന്തുമാത്രം ചാലക ശക്തി ഉണ്ടെന്ന്. നമുക്ക് വേണമെങ്കിൽ ഒരു ഇതുകൊണ്ട്, സാധാരണ വേറെ എന്തെങ്കിലും ഒരു കണ്ടൻറ്റ് കൊണ്ട് അതിൽ കുത്തുമ്പോൾ എന്തുമാത്രം കറണ്ട് കിട്ടുന്നു. ഇനി ഒരു ചെമ്പ് കമ്പി കൊണ്ട് നമ്മൾ കുത്തുമ്പോൾ എന്തുമാത്രം കറണ്ട് കിട്ടുന്നു എന്ന് വെച്ചാൽ, മരിയൻ എന്ന് പറയണത്, ഉടമ്പടി എന്ന് പറയണത് മാക്സിമം പ്രസരണ നഷ്ടമില്ലാത്ത, സമയമെടുക്കാതെ എങ്ങനെ ഈ ജ്ഞാനവും ശക്തിയും നമ്മളിലേക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു മരിയൻ ഒരു സൂപ്പർ കണ്ടക്ടിവിറ്റിയാണ് ശരിക്കും. അതായത് ഒരു ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ ശക്തിയും ഇതിൻ്റെ പ്രിൻസിപ്പിളും അമ്മയ്ക്ക് വെളിപ്പെട്ട് കിട്ടിയതാണ്. എന്താണ്? ഇതെങ്ങനെ സംഭവിക്കും എന്ന് ചോദിക്കുമ്പോൾ എല്ലാ വിഷയങ്ങൾക്കും ഉണ്ടല്ലോ, എല്ലാ വിഷയങ്ങളും വന്ന് ദുർഘട ഘട്ടത്തിൽ നിൽക്കുമ്പോൾ നമ്മളെല്ലാവരും ചോദിക്കേണ്ട ചോദ്യമാണ്, എങ്ങനെ സംഭവിക്കും?
അപ്പോഴും ദൈവം പറയും. എന്താണ് പറയണത്? ദൈവം പറയണത് അത്യുന്നതിൻ്റെ ശക്തി നിന്നിൽ പ്രവർത്തിക്കുമെന്നാണ് പറയണത്. അപ്പോൾ അത്യുന്നതിൻ്റെ ശക്തി നിന്നിൽ പ്രവർത്തിക്കുമെന്ന് പറയുമ്പോഴേ ഈ ശക്തി എങ്ങനെ പ്രവർത്തിക്കും എന്നുള്ളതിനെക്കുറിച്ച് മറിയത്തോട് പറയണില്ല. നിങ്ങളത് മനസ്സിലായോ? ഇപ്പോൾ ലുക്ക 1:35 ഇതെങ്ങനെ സംഭവിക്കും 1:34 ചോദിക്കുമ്പോൾ 1:35 പറയും അത്യുന്നതിൻ്റെ ശക്തി നിന്നിൽ പ്രവർത്തിക്കുമെന്ന് പറയും. പക്ഷേ എങ്ങനെ പ്രവർത്തിക്കും? എന്ത് ചെയ്താൽ പ്രവർത്തിക്കും? എളുപ്പം പ്രവർത്തിക്കാൻ എന്ത് ചെയ്യണം? ഇങ്ങനെ പ്രവർത്തിക്കണം എന്തുമാത്രം സമയമെടുക്കും? ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതിന് എന്ത് ചെയ്യണം എന്ന് മറിയത്തോട് പറഞ്ഞിട്ടില്ല. പക്ഷേ മറിയം പറഞ്ഞു, എന്താണ്? ഇതെങ്ങനെ പെട്ടെന്ന് പ്രവർത്തിക്കണമെങ്കിൽ, ഈ അത്യുന്ന ശക്തി പെട്ടെന്ന് പ്രവർത്തിക്കണമെങ്കിൽ, വചനത്തെ മാംസമായിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് മറിയത്തിന് ആത്മജ്ഞാനം കൊടുത്തു. ഇതാണ് ജ്ഞാനമെന്ന് പറയണത്. അതാണ് ജ്ഞാനം. തിയറി, അതിൻ്റെ തിയററ്റിക്കൽ സൈഡ് കൊടുത്തു. ആദ്യം അതിൻ്റെ തിയററ്റിക്കൽ പേപ്പർ കൊടുക്കും. എന്താ കൊടുക്കണത്? മറിയത്തിന് വെളിപ്പെട്ടിരിക്കണത് എന്താണ്? അങ്ങനെ നിനക്ക് അത്യുന്നതിൻ്റെ ശക്തി ലഭിക്കണമെങ്കിൽ നീ സമർപ്പിക്കണം. അപ്പോൾ അതാണ് ജ്ഞാനം എന്ന് പറയുന്നതാണ്. മറിയത്തിന് ആരും പറഞ്ഞു കൊടുത്തതല്ല ഈ ജ്ഞാനം. മറിയത്തിന് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കിട്ടിയതാണ്. എന്താണ്? ഇങ്ങനെ അത്യുന്നതിൻ്റെ ശക്തി പ്രവർത്തിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് സ്വയം സമർപ്പിതയാകണം. പിടിയിട്ടില്ലേ? അതാണ് ഈ സ്നേഹത്തെക്കാൾ വലുത് സമർപ്പണമാണെന്ന് പറഞ്ഞതിൻ്റെ കാരണം അതാണ്. ഇപ്പം കന്യാസ്ത്രീ മേഖലയിലും അഭിഷേക മേഖലയിലും സമർപ്പിത മേഖലയ്ക്ക് ഒത്തിരി പ്രശ്നങ്ങളുള്ളവരുണ്ട്. എന്താ കാര്യം? ഈ സമർപ്പണമാണ് പ്രോബ്ലം. വേറെ ഒന്നുമല്ല. ഇവർ അന്ന് സമർപ്പിച്ചിട്ടില്ല, ഇന്ന് സമർപ്പിച്ചിട്ടില്ല. എന്താണെന്നുള്ളത് ആകപ്പാടെ അവർക്കറിയാവുന്നവർ അവർ സ്ത്രീയാണെന്നുള്ളത് മാത്രമേ അവർക്കറിയാൻ പാടുള്ളൂ. വെറും സ്ത്രീയാണ് താനെന്ന് അറിയണ ആൾക്കാരാണ് ആ സ്ത്രീത്വത്തെ പറ്റിയുള്ള പ്രശ്നങ്ങൾ സഭയിലുണ്ടാക്കുന്നത്. വേറെ സ്ത്രീയല്ലല്ലോ. അമ്മയും ഒരു സ്ത്രീയായിരുന്നു. പക്ഷേ എന്തു ചെയ്യും? ഇന്നിപ്പോഴേ വിശുദ്ധ സെബസ്ത്യാനോസ് കൂടെ ഇറങ്ങിയിരിക്കുന്ന സമയമാണ്, ഇല്ലേ? ഞാൻ എപ്പോഴും ഓർക്കുകയും സെബസ്ത്യാനോസിൻ്റെ രക്തം എങ്ങനെയാണ് വിശുദ്ധ രക്തമായെന്ന്. സാധാരണ രക്തമാണ് നമ്മുടെ ഉള്ളതെല്ലാം. പക്ഷേ അത് വിശുദ്ധ രക്തമായി മാറണത് ഈ വിശ്വാസത്തിന് വേണ്ടി കമ്മിറ്റ് ചെയ്യുമ്പോഴാണ്. നമ്മുടെ പുരുഷത്വം അഭിഷേക പുരുഷത്വമായി മാറണത് എങ്ങനെയാണ്? കമ്മിറ്റ്മെൻറ്റാണ്. അത് അമ്മയ്ക്ക് ദൈവം നൽകിയ വെളിപാടാണ്. ഇതാണ് മേരി, അത്യുന്നതിൻ്റെ ശക്തി നിന്നിൽ പ്രവർത്തിക്കണമെങ്കിൽ നീ എന്ത് ചെയ്യണം? നീ സമർപ്പിതയാകണം. എന്താ പറയണം? നീ സമർപ്പിതയാകണം. പക്ഷെ സമർപ്പിതയാകണമെങ്കിൽ ഞാൻ സമർപ്പിക്കുന്നു. ഇപ്പോൾ നമ്മൾ കുർബാനക്കൊക്കെ ഇരിക്കുമ്പോൾ പണ്ടൊക്കെ ഞാൻ ചിരിക്കുമായിരുന്നു. എന്താണെന്നറിയാമോ? നമ്മൾ ഓരോ പള്ളിയിൽ ഓരോ കൊയറുണ്ടാകുമല്ല. അപ്പോൾ തന്നെ ഇങ്ങനെ കാസ എടുക്കുമ്പോൾ തന്നെ നമ്മൾ കാസ എടുത്താൽ മതി. അപ്പോൾ തന്നെ ഇവർ പാടുന്നു, അതാ സമർപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പാടും. എന്താണ്? എന്നെ സമർപ്പിക്കുന്നു, സർവ്വവും സമർപ്പിക്കുന്നു. ഇതെല്ലാം കള്ളത്തരവാണെന്ന് നമുക്കപ്പോഴറിയാം. ഈ ഒരു സമർപ്പണവും ഇല്ല, ആരെയും സമർപ്പിക്കണില്ല, ഒന്നും സമർപ്പിക്കണില്ലെന്ന് അറിയാം. ഇനി എങ്ങാനും മരിപ്പ് കുർബാനക്കാണ് ഇവർ സമർപ്പിക്കുന്ന പാട്ട് പാടണമെന്നുണ്ടെങ്കിൽ കാശ് കൊടുത്തില്ലെങ്കിൽ അവരാരാണ് നമ്മളറിയും. അപ്പോൾ ഇതൊക്കെ എല്ലാ അഭ്യാസങ്ങളാണ് ശരിക്കും. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത്, അമ്മ എന്താ പറഞ്ഞത്? അമ്മ പറഞ്ഞത് ഞാൻ സമർപ്പിക്കണമെന്നാണ് പറഞ്ഞത്. അത് ചങ്കക്കൊണ്ട് പറഞ്ഞതാണ്. നമ്മുടെ സബ്ജക്റ്റ് എന്താണെന്ന് എനിക്കറിയാവോ? നമ്മുടെ സബ്ജക്റ്റ് ദൈവം ബേസിക്കായിട്ട് സത്തയിൽ അവൻ 1 അനുസരിച്ചുകൊണ്ട് ജ്ഞാനവും ശക്തിയുമാണ്. എന്ന് വെച്ചാൽ ജ്ഞാനമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രിൻസിപ്പിളാണ്. പിന്നെ എന്ത്? ശക്തി എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ പ്രയോഗമാണ്. ജ്ഞാനം എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ സിദ്ധാന്തമാണ്. സത്യം എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ പ്രയോഗമാണ്. ഈ പ്രയോഗം എന്ന് പറയുമ്പോൾ പ്രയോഗത്തിൽ വരണമെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണമെന്നുള്ളത് അമ്മയോട് ആരും പറഞ്ഞില്ല. ആത്മാവ് വെളിപ്പെടുത്തി കൊടുത്തു, മേരി ഇത് പ്രയോഗത്തിൽ വരണമെന്നുണ്ടെങ്കിൽ സമർപ്പിക്കണം. ഇങ്ങനെ നമ്മൾ സമർപ്പിച്ചോ? നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോ ഇൻസിഡൻറ്റിലൂടെ ദൈവം എന്താണ് ചോദിക്കണത്? സമർപ്പിച്ചോ എന്താ ചോദിക്കണത്? ഇപ്പോൾ ഈ ദിവസങ്ങളിൽ 2 സാക്ഷ്യമുണ്ട്. ഒത്തിരി സാക്ഷ്യങ്ങളുണ്ട്. ഒരു ആഴ്ചയിൽ എങ്ങനെ ആയാലും 10, 300, 400 സാക്ഷ്യങ്ങളുണ്ടാവും നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. അത് 1-2 നമ്മൾ എല്ലാ ദിവസവും ഇടും. പക്ഷേ ഈ ദിവസങ്ങളിൽ കിടക്കുന്ന സാക്ഷ്യം രണ്ടും ഏതാണ്ട് ഒരേ വിഷയമാണ്. അതായത് ഡൗൺ സിൻഡ്രോം എന്ന് പറയുമ്പോൾ എന്താ? ഈ തലയൊക്കെ വലുതായി,
അവരെ കണ്ണൊക്കെ ചിറങ്ങി മന്ദബുദ്ധിയായിട്ട്, പറയണതും കേൾക്കത്തില്ല, നമ്മളൊന്നും പറയത്തുമില്ല, ഭാഷ അറിയാൻ പാടില്ല, നടക്കത്തുമില്ല. ഇങ്ങനെ ഒരു വല്ലാത്ത ഒരു 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 ഭയങ്കരമായ ഒരു സങ്കടം പിടിച്ച ജന്മമാണ് ഈ സൗണ്ട് ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആഴ്ച ഈ സാക്ഷ്യം രണ്ട് ഈ ഡൗൺ സിൻഡ്രോമിൻ്റെ സാക്ഷ്യം അടുത്തടുത്ത ദിവസങ്ങൾ വന്നപ്പോഴേ അതെൻ്റെ ശ്രദ്ധയിൽപ്പെട്ട് നമ്മുടെ യൂട്യൂബിൽ കിടപ്പുണ്ടത്. അതിലെ ഒരു സാക്ഷ്യം എന്ന് പറയണത് നിഷാന്ത് പാൽവയൽ, കണ്ണൂരാണ്. നിഷാന്ത് പാൽവയൽ, കണ്ണൂർ. അദ്ദേഹം പറഞ്ഞ സാക്ഷ്യം, ഞാനൊരു ഓട്ടോറിക്ഷക്കാരനാണ്, എനിക്ക് എന്നാണൊരു വീട് വെക്കാൻ പറ്റണത്? ഒരിക്കലും വെക്കാൻ പറ്റത്തില്ല. നീ ഓട്ടോ ഓടിച്ച് ഞാൻ എന്ന് വീട്, ഏത് കാലത്ത് വീട് വെക്കാനാ? ഒരിക്കലും പറ്റത്തില്ല. അപ്പം ഞാൻ എന്ത് ചെയ്ത്, ഞാനിവിടെ ഒന്ന് ഉടമ്പടി ചെയ്തപ്പോൾ ഒറ്റ വർഷം കൊണ്ട് അമ്മ എനിക്ക് വീട് തന്നു. പക്ഷേ വീട് വെച്ച സ്ഥലത്ത് വഴിയില്ലാഞ്ഞ് 3 മാസം കൊണ്ട് അതിലേക്ക് പഞ്ചായത്ത് സിമൻറ്റ് റോഡിട്ട് തന്നു. അപ്പം ഞാൻ ഓർക്കണം, ദൈവമേ, ഈ ഉടമ്പടി നമ്മുടെ ജീവിതത്തെ ദൈവമേ അങ്ങയുടെ അരൂപി അയക്കുക, പൂമുഖം നവീകരിക്കപ്പെട്ടതെന്ന് പറഞ്ഞ് നമുക്കൊരു പ്രാർത്ഥനയുണ്ട് ബൈബിളിൽ. ദൈവമേ അങ്ങയുടെ അരൂപി അയക്കുക, പൂമുഖം നവീകരിക്കപ്പെടട്ടെ. അപ്പോൾ ഏതാണ്ട് അതുപോലെ തന്നെയാണ് ഉടമ്പടിക്ക് സംഭവിക്കുന്നത്. ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ ഇവൻ്റെ ജീവിതം അങ്ങോട്ട് മാറുകയാണ്, സെറ്റിൽ, അതായത് നേരെ സെറ്റ്. അതാണ് അവൻ ചോദിക്കുന്നത്, അവൻ കരഞ്ഞു പോണവരെ പറയണത്, ഞാനൊരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ്, അതുകൊണ്ട് ഏത് കാലത്ത് ഞാൻ വീട് വെക്കാനാണ്. അതുകൊണ്ട് ഞാൻ വന്ന് അമ്മയോട് പറഞ്ഞു, അമ്മ അത് സുന്ദരമായിട്ട് ചെയ്തെന്ന്. അതായത് ഒന്നേകാൽ കൊല്ലം കൊണ്ട് ചെയ്ത്. പക്ഷേ അത് അയാളുടെ സാക്ഷ്യം. പക്ഷേ എനിക്ക് തോന്നിയത് അതിൽ വേറെ ഒരു സംഭവം അയാൾ പറയുന്നുണ്ട്. അതുകൊണ്ട് അയാൾക്ക് ഡൗൺ സിൻഡ്രോം ഉള്ളൊരു കുട്ടിയുണ്ട്. അപ്പോൾ ഇയാൾ മലമുകളിലാണ് താമസിക്കുന്നത്. അയാൾക്ക് ഡൗൺ സിൻഡ്രോം ബാധിച്ച ഈ മന്ദബുദ്ധിയായ, ബ്രെയിൻ വളർച്ചയില്ലാത്ത, നടന്നു പോകാത്തൊരു കൊച്ചുണ്ട്. ഈ പാവപ്പെട്ടവൻ ഈ മലമുകളിൽ നിന്ന് ഈ നടക്കാത്ത കുഞ്ഞിനെ ഈ തോളെ വെച്ചുകൊണ്ടാണ് മലയടിവാരത്തേക്ക് നടന്ന് വന്ന് സ്കൂളിൽ കൊണ്ടുവന്ന് ആക്കണത്. ഇത് ഭയങ്കരമാണ് ശരിക്കും പറഞ്ഞാൽ. കാര്യം എന്താണ്? അപ്പോൾ അവനെന്നും അവൻ്റെ മനസ്സിൽ ഓർക്കും, ഈ കുഞ്ഞിനെയും ചുവന്നുകൊണ്ട് മലയിറങ്ങി വരുമ്പോൾ അവൻ ഓർക്കണത് എന്താണെന്ന് വെച്ചാൽ, മലയടിവാരത്തായിരുന്നൊരു വീട് കിട്ടിയിരുന്നെങ്കിൽ ഇത്രയും കഷ്ടപ്പെടാതെ ജീവിക്കാമായിരുന്നു, കുഞ്ഞിനെ ചുവന്നുകൊണ്ട് വരേണ്ട കാര്യമില്ല, എനിക്ക് സ്കൂളിൽ കൊണ്ട് ആക്കാമായിരുന്നു. ഓരോ മനുഷ്യൻ്റെ ഭാരപ്പെടുത്തുന്ന അവസ്ഥകൾ നിങ്ങൾ നോക്കണം, ഓരോ മനുഷ്യൻ്റെ ഭാരപ്പെടുത്തുന്ന അവസ്ഥകൾ. അപ്പോൾ അപ്പോഴേ അവൻ തന്നെ ചിന്തിച്ചു, എനിക്ക് ഒരു ഓട്ടോറിക്ഷ ഓടിച്ച് ഏത് കാലത്ത് സ്ഥലം മേടിച്ച് വീട് വെക്കാനാണ്. പക്ഷേ ഇതെല്ലാം പെട്ടെന്നാണ് നടക്കണത്. ഉടമ്പടി ചെയ്തു കൊടുത്തത് സ്കൂളുകാർ തന്നെ, താഴ്വാരത്തെ സ്കൂളുകാർ ഇവനെ വിളിച്ച് പറഞ്ഞു, നിങ്ങൾക്ക് ഒരു വീട് വെച്ച് തരാൻ ഉദ്ദേശിക്കുന്നുണ്ട്, സ്ഥലം വേണമെന്ന് പറഞ്ഞു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ ഇതറിഞ്ഞൊരു ചേട്ടായി തന്നെ ഒരു 5 സെൻറ്റ് സ്ഥലം അവന് കൊടുക്കും. ഇതെല്ലാം ഉടമ്പടിക്ക് ശേഷം നടക്കുന്ന സംഭവമാണ്. ഉടമ്പടി ഒരു മനുഷ്യൻ്റെ ജീവിതം ഇതെങ്ങനെ സംഭവിക്കും, ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അതുപോലുള്ള ചോദ്യങ്ങളുമായിട്ടാണ് മനുഷ്യൻ ഇന്നും ജീവിക്കണത്. നമുക്ക് വേണ്ടി എല്ലാമാണ് അമ്മ ചോദിച്ചത്, അതായത് ഇത് എങ്ങനെയാണ്, ഞാനൊരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ്, ഓട്ടോ ഓടിച്ച് ഞാൻ എങ്ങനെ വീട് വെക്കും, ഇതെങ്ങനെ സംഭവിക്കും, അതാണ് ചോദ്യം. ഓട്ടോ ഓടിച്ച് ഞാൻ എങ്ങനെ. പക്ഷേ ആ കണ്ണൂരിൽ നിന്ന് അവൻ അതുകൊണ്ട് ഇല്ലാത്ത കാശുണ്ടാക്കി അമ്മയെ കാണാൻ വേണ്ടി വന്നു, ഇവിടെ വന്ന് ഉടമ്പടി ചെയ്തു. ഇതെങ്ങനെയാണ് സംഭവിക്കണം എന്നുള്ളത് പിന്നീട് നമ്മൾ കാണുന്നുണ്ട്. അതല്ല എനിക്ക് ഇഷ്ടപ്പെട്ടത്, അവൻ്റെ കുഞ്ഞ് നടക്കാൻ തുടങ്ങി ഇപ്പം. പ്രൈസ് ദി ലോർഡ്. ആ സാക്ഷ്യം നിങ്ങളോട് നോക്കണം, നല്ലൊരു സാക്ഷ്യമാണ്, പെട്ടെന്ന് നോക്കിക്കളയരുത്. ഇതിലെല്ലാം ദൈവം എന്തുമാത്രം കാരുണ്യം കാണിച്ചിട്ട് നമുക്ക് മനസ്സിലാകും. അവൻ്റെ കുഞ്ഞിപ്പം നടക്കാൻ തുടങ്ങി, അവൻ്റെ വീട് താഴെ കൊണ്ടുവന്ന് അവൻ സ്ഥലം വാങ്ങിച്ചു കൊടുത്തു, വീട് കൊടുത്തു, അവൻ കുഞ്ഞിനെ നടത്തി. അപ്പം ഞാൻ ഈ സാക്ഷ്യം കേട്ടപ്പോഴേ എൻ്റെ മനസ്സിൽ വന്നതേ, ഈ നിഷാന്തിൻ്റെ ജീവിതത്തിലെ 2 ഘട്ടമുണ്ടായി. എന്ത് ഘട്ടമാണുള്ളത്? ഒന്ന് കൃപയുടെ ഘട്ടം, രണ്ടാമത്തത് അനുഗ്രഹത്തിൻ്റെ ഘട്ടം. ജനങ്ങൾ ഇപ്പോൾ നിഷാന്തിൻ്റെ ജീവിതത്തിൽ 2 ഘട്ടമുണ്ട്. ഒന്ന് കൃപയുടെ ഘട്ടം. അതായത് ഏതാണ്? ദൈവത്തിൻ്റെ ശക്തി ഇവനിലേക്ക് വരുന്ന. ഇപ്പം കുഞ്ഞിനെ കൊണ്ട് ചുമന്നുകൊണ്ട് വരികയാണ്. ഇപ്പോൾ ചുമന്നുകൊണ്ട് വരുമ്പോൾ അവൻ വേറെ എന്താ ചിന്തിക്കണത്? ഈ കുഞ്ഞിനെയും ചുമന്നുകൊണ്ട് മലമുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ എൻ്റെ ദൈവം എനിക്കൊരു സന്ധിപ്പ് തരും. കാര്യം എൻ്റെ ജീവിതത്തിൻ്റെ ഒരു വരുമാന മാർഗം കൊണ്ട് നടക്കത്തില്ല. നടക്കാത്ത കാര്യങ്ങൾ പരിശുദ്ധ അമ്മയാണ് നടത്തുന്നത്.
അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുമ്പോൾ അത് അമ്മ മകനോട് പറയണത് അമ്മയുടെ റോളാണ് നമ്മുടെ ഇല്ലായ്മയൊക്കെ പരിഹരിക്കണത് എന്ന് അവനോട് ഉടമ്പടിയെക്കുറിച്ച് ആരോ പോയി ക്ലാസ് എടുത്ത്. അങ്ങനെയാണ് ഈ മലമുകളിൽ നിന്ന് നിഷാന്ത് വരാൻ കാര്യം. കാരണം ഉടമ്പടിയുടെ സുവിശേഷ പ്രവർത്തകർ ലോകം മുഴുവൻ ഇപ്പം നിറഞ്ഞ് ഓരോരുത്തരുടെ ഇയർ ടു ഇയർ മൗത്ത് മൗട്ടിക്ക് ഇവാഞ്ചലൈസേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ കാര്യം എന്നറിയാമോ? ജനം അനുഭവിച്ചവർ പറയും, പറഞ്ഞവർ വിശ്വാസമുള്ളവർ അത് പറഞ്ഞവർ പറഞ്ഞു കേട്ടെന്ന് കാര്യമില്ല. നമ്മൾക്ക് ഇപ്പോൾ സമർപ്പണമായാലും പറഞ്ഞത് കേൾക്കണമായാലും വാഗ്ദാനം പ്രാപിക്കണതായാലും നമുക്ക് എന്നാ വേണം? വിശ്വാസം വേണം, ഒരു മിനിമം. അതാണ് 4:16 ഒരു വചനമുണ്ട്, റോമ 4:16. അതിനാൽ ഏറ്റു പറഞ്ഞ് വാഗ്ദാനം നൽകപ്പെട്ടത് വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതാണ് പ്രശ്നം. ഒന്നുകൂടി പറഞ്ഞേ, അതിനാൽ വാഗ്ദാനം നൽകപ്പെട്ടത് വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ. വെറുതെ കൈയും വീശി നടക്കുന്നവർക്ക് വാഗ്ദാനം ഇല്ല. വാഗ്ദാനം എന്ന് പറഞ്ഞാൽ എന്താണ്? വാക്കിൻ്റെ ഉള്ളിൽ ദാനം വെച്ച് നൽകും ദൈവം. എല്ലാ വാക്കിൻ്റെ ഉള്ളിലും ദാനമുണ്ട്. ഇപ്പം എന്തൊരു മനുഷ്യർ വചനം വായിക്കുന്നു, യുക്തിവാദികളും വചനത്തെ വിമർശിക്കാൻ വേണ്ടി ബുദ്ധിയും ബോധവും ഇല്ലാതെ കർത്താവിൻ്റെ വചനത്തെ അത് ശരിക്കും പറഞ്ഞാൽ വിശ്വാസമില്ലാതെ വചനം വായിക്കുന്നത് പാപമാണ്. കാര്യത്തിൽ അങ്ങനെ വായിക്കാൻ വേണ്ടി എഴുതിയതല്ല ഇത്. ഒരാത്മാവ് രക്ഷപ്പെടാൻ വേണ്ടി, നിത്യരക്ഷ പ്രാപിക്കാൻ വേണ്ടിയാണ് വചനം എഴുതിയിരിക്കുന്നത്. അതുകൊണ്ടാണ് റോമ 1:16 സുവിശേഷത്തെപ്പറ്റി ഞാൻ ലജ്ജിക്കുന്നില്ല, എന്തെന്നാൽ വിശ്വസിക്കുന്ന ഏവർക്കും ആദ്യം യഹൂദർക്കും പിന്നീട് ഗ്രീക്കുകാർക്കും അത് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയാണ്. പ്രൈസ് ദി ലോർഡ്. ഇപ്പം ശക്തി വിട്ടൊരു കളിയില്ല വചനം. കാര്യം രക്ഷ പോലും നമുക്ക് ലഭിക്കുന്നത് ശക്തിയാണ്. പക്ഷേ ഇത് വിശ്വാസമില്ലാത്തവൻ ഇത് വായിച്ച ആ ശക്തി ഫീൽ ചെയ്യത്തില്ല. അവൻ സാധാരണ വായിക്കണ പോലെ വായിക്കും. അതാണ് വിഷയം. എന്താ കാര്യം? വിശ്വാസം നൽകപ്പെടുന്നത്, വാഗ്ദാനം നൽകപ്പെടുന്നത് റോമ 4:16 എന്താ പറയണത്? വാഗ്ദാനം നൽകപ്പെടുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പം വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വാഗ്ദാനം നൽകപ്പെടുന്നത്. പക്ഷേ വാഗ്ദാനം നൽകണത് തിയറിയാണ്, ജ്ഞാനമാണത്. വാഗ്ദാനം നൽകണതും വാഗ്ദാനം പ്രാപിക്കണതും 2 കേസാണ്. എത്രയോ 10,000-കണക്കല്ലേ വാഗ്ദാനം നൽകിയിരിക്കണത്. പക്ഷെ പ്രാപിക്കണത് എത്ര പേരാ? വാഗ്ദാനം പ്രാപിക്കണത് എങ്ങനെയാണ്? അത് അമ്മ പറഞ്ഞതുപോലെയാണ്. അത്യുന്നതിൻ്റെ ശക്തി നിന്നെ പ്രവർത്തിക്കുമെന്ന് ലൂക്ക 1:35 പറയുമ്പോഴേ അമ്മയ്ക്ക് മനസ്സിലാവും ഇത് വാഗ്ദാനമാണെന്ന്. പക്ഷെ വാഗ്ദാനം എങ്ങനെ പ്രാപിക്കണത്? ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് സ്വയം സമർപ്പിക്കുമ്പോഴാണ് വാഗ്ദാനം പ്രാപിക്കുന്നത്. ശ്രുതികട്ടെ. ദൈവമേ എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. അപ്പോഴെപ്പോഴും സംഭവിക്കുന്നത് നമ്മൾക്ക് വാഗ്ദാനം നൽകാം. വിശ്വാസമുള്ള എല്ലാവർക്കും വാഗ്ദാനം നൽകാം. പക്ഷേ വാഗ്ദാനം നൽകുന്നതും വാഗ്ദാനം പ്രാപിക്കുന്നതും 2 കേസാണ്. വിശ്വാസമുള്ള എല്ലാവർക്കും വാഗ്ദാനം നൽകാം. പക്ഷെ വാഗ്ദാനം പ്രാപിക്കണമെങ്കിൽ എന്ത് വേണം? അടുത്ത ഘട്ടങ്ങളിലുള്ള സംഭവങ്ങളൊക്കെ വേണം. എന്താ വേണ്ടത്? വിശ്വാസം കൊണ്ട് നമുക്ക് വാഗ്ദാനം കിട്ടും. പക്ഷെ അത് പ്രാപിക്കണമെങ്കിലേ, അനുഭവയോഗ്യമാകണമെങ്കിലേ,
വേറെ 2 കാര്യം കൂടി വേണം. എന്താണത്? സ്നേഹം. അവിടെയാണ് സ്നേഹം വരണത്. പിന്നെ ഇതിൻ്റെ കാലദൈർഘ്യം വരെ കാത്തിരിക്കാനുള്ള യോഗ്യത, അങ്ങനെയാണ് പ്രത്യാശ വരണത്. കാരണം ദൈവം വാഗ്ദാനം തരുമ്പോൾ ആ ഒരു വാഗ്ദാനം പല പല ആവശ്യങ്ങൾക്കുള്ളതാണ്. അതിങ്ങനെ ഘട്ടമായിട്ട് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. ചിലപ്പോൾ അവസാനത്തത് സംഭവിക്കണത് ചിലപ്പോൾ 40ാമത്തെ കൊല്ലത്തായിരിക്കും സംഭവിക്കുന്നത്. അപ്പോൾ ഈ വാഗ്ദാനം പ്രാപിക്കുന്നതിന് എടുക്കുന്ന സമയത്ത് ചില കാര്യങ്ങൾക്ക് നമ്മൾക്ക് എന്ത് വേണം? എന്താ വേണ്ടത്? പ്രത്യാശ വേണം. ഈ പ്രത്യാശയോടെ കാത്തിരിക്കുന്ന കാലത്ത് ചിലപ്പോൾ പലതരത്തിലുള്ള ആക്രമണങ്ങളുണ്ടാവും, വിശ്വാസാക്രമണങ്ങൾ ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മൾ വാഗ്ദാനം പ്രാപിക്കണമെങ്കിൽ പ്രശ്നമില്ല. പക്ഷെ അതുകൊണ്ട് ആ പെട്ടെന്നുള്ള വാഗ്ദാനം പ്രാപിക്കുന്ന അതുകൊണ്ട് നമുക്ക് ലോങ് ടേണിൽ പ്രയോജനമില്ല. എന്താ കാര്യം? ക്യാഷ് ആൻഡ് കൈൻഡായിട്ട് ഫിസിക്കൽ ബ്ലെസ്സിങ്സ് ആയിട്ട് നമുക്ക് കിട്ടുന്നു, യൂസ് ആൻഡ് ത്രോ ആയിട്ട് അത് പോകുന്നു. പക്ഷേ നിത്യതയ്ക്ക് പ്രയോജനം ഉണ്ടാകണമെങ്കിൽ കാത്തിരുന്ന് പ്രാപിക്കണം. നിത്യതയ്ക്ക് പ്രയോജനം ഉണ്ടാകണമെങ്കിൽ കാത്തിരുന്ന് പ്രാപിക്കണം. കാത്തിരുന്ന് വാഗ്ദാനം പ്രാപിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് വിശ്വാസം മാത്രം പോരാ, അതിനെന്ത് വേണം? പ്രത്യാശ വേണം. പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല. എന്താണ് പ്രത്യാശ? നമ്മളെ നിരാശരാക്കുന്നില്ല. നമ്മൾ ചിന്തിയിരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ ദൈവത്തിൻ്റെ സ്നേഹം എന്തെന്ന് നമ്മൾ അറിയുന്നു. അപ്പോൾ കാത്തിരിപ്പ് എന്താ വേണ്ടത്? പരിശുദ്ധാത്മാവിന് വേണം. മനസ്സിലായില്ലേ? ഒരു കാര്യം പെട്ടെന്ന് നീ ഇപ്പോൾ കല്യാണം കെട്ടണില്ല, അല്ലെങ്കിൽ കല്യാണം നിനക്ക് ഒക്കണില്ല, അല്ലെങ്കിൽ കടങ്ങൾ മാറണില്ല, അല്ലെങ്കിൽ നിനക്ക് വീട് വെക്കണില്ല, അങ്ങനെ നിൻ്റെ ജോലി ശരിയാകണില്ല, നിനക്ക് പെട്ടെന്ന് നിനക്ക് ഈ സാധനം സാധിച്ചാൽ നിനക്ക് ആ ജോലി മാത്രം കിട്ടും. അതുകൊണ്ട് കാശ് കിട്ടും. കാശ് കൊണ്ട് വീട് വെക്കാം, ഗ്യാസ് ഭക്ഷണം കഴിക്കാം. പിന്നെ ഈശോ പറഞ്ഞ പോലെ അത് മറപ്പുരെ വിസർജിക്കുന്നു, തീരുന്നു. ആ ചാപ്റ്റർ ക്ലോസ് ചെയ്യും. അനുഗ്രഹം പെട്ടെന്ന് കിട്ടുന്ന അനുഗ്രഹങ്ങളിലൊക്കെ ഒരു കുഴപ്പമതാ. എപ്പോഴും വരണതിൽ അനുഗ്രഹം ലാഗ് ചെയ്യണം. എന്താ കാര്യം? അവിടെ പ്രത്യാശയോടെ കാത്തിരിക്കുന്ന അനുസരിച്ച് കൊണ്ട് എന്ത് പറ്റും? അതോടുകൂടി നമ്മൾ കുറേ ആ വിഷയത്തിൽ സമർപ്പണം. ഈ സമർപ്പണം കൊണ്ട് മാതാപിതാ കർത്താവിൻ്റെ ദാസ്യം എന്ന് പറഞ്ഞില്ലേ, അതാണ് സമർപ്പണം. അങ്ങനെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എബ്രഹാത്തിന് സംഭവിച്ച പോലെ ഒരു 10 കൊല്ലം കഴിഞ്ഞാണ് മറിയം പ്രഗ്നൻ്റ് ആകണമെങ്കിലും അതിന് വരെ മറിയം ഒപ്പിട്ട് കൊടുത്തിരിക്കുകയാണ്. എത്ര കാലം താമസിച്ചാലും അപ്പാ ഞാൻ വെയിറ്റ് ചെയ്തോളാം എന്ന് പറയുകയാണ്. മറിയത്തിൻ്റെ സമർപ്പണത്തിൽ നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത ഒത്തിരി കാര്യങ്ങളുള്ളതാണ് ദൈവത്തിൻ്റെ ജ്ഞാനം പ്രവചിക്കുന്നത്, വെളിപ്പെടുത്തുന്നത്. അപ്പാ എബ്രാഹത്തിനെ പോലെയല്ല, നീ എബ്രാഹത്തിനും കുഞ്ഞുങ്ങളെ കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ എബ്രാഹാം ആ കാലത്ത് പോയി അല്പം താമസിച്ചപ്പോൾ വീട്ടുവേലക്കാരത്തെ പ്രാപിച്ചു. അങ്ങനെയുള്ള അഭ്യാസങ്ങളൊന്നും ഞാൻ കാണിക്കത്തില്ല. അപ്പൻ എത്ര കാലം താമസിച്ചാലും ഞാൻ ആ കാലമെല്ലാം കാത്തിരിക്കും. അതാണ് സമർപ്പണം എന്ന് പറയുന്നത്. അത് സ്നേഹത്തേക്കാൾ വലുതാണ് സംഭവം. മരിയനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കണമെങ്കിൽ, യേശുവിനെ ദൈവത്തെ പഠിക്കണമെങ്കിൽ മരിയൻ കോളേജിൽ പഠിക്കാതെ നമുക്ക് പഠിക്കാൻ പറ്റത്തില്ല. കാര്യം പഠിക്കാൻ പറ്റും, നമുക്ക് കിട്ടുന്ന തിയറിയാണ്. ഇതെന്ന് പറയുന്നത് പ്രാക്ടിക്കൽ ഉൾപ്പെടെയാണ് നമുക്ക് കിട്ടുന്നത്. മരിയൻ സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. ആരാധന ആരാധന ഹല്ലേലൂയ 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 ഓരോ മക്കളെ സ്പർശിക്കണമേ. ഓൺലൈൻ ഉടമ്പെടുത്ത് പ്രാർത്ഥിക്കുന്നവരെ സ്പർശിക്കണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. ദൈവസ്നേഹത്തോടെ പാടാം. എന്റെ കൊച്ചു ജീവിതത്തെ നിന്റെ മുൻപിൽ കാഴ്ചയിടാം. ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എന്റെ കൊച്ചു ജീവിതത്തെ നിന്റെ മുൻപിൽ കാഴ്ചയിടാം. ശ്രുതികട്ടെ, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന, നന്ദി ചൊല്ലിടാം. യേശുവേ ആരാധന, യേശുവേ
എന്റെ കൊച്ചു ജീവിതത്തെ നിയോഗങ്ങളെ സ്പർശിക്കണമേ, സാന്നിധ്യം വെളിപ്പെടുത്തണമേ. ഇത്ര നല്ല ദൈവത്തോട് ഞാൻ ചെയ്തു നന്ദി ചൊല്ലിടും. എന്റെ കൊച്ചു ജീവിതത്തെ അത്ര നല്ല ദൈവത്തോട് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഉണ്ടായിരിക്കട്ടെ. എന്റെ കൊച്ചു ജീവിതത്തെ ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്